ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളുടെ ഹോട്ടലിൽ ചെക്കൗട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മൾ ചാവിത റിസപ്ഷനിൽ അവിടെ കൊടുത്തു. തൊട്ടടുത്താണ് നമുക്ക് റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണവും കഴിച്ചിട്ടാണ് പോകാമെന്നുള്ള പരിപാടി. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടില്ലേ? എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്തായി എന്താണ് പറഞ്ഞിട്ടുള്ളത്? എവിടെ പറഞ്ഞിട്ടുള്ളത്? കാർഡ് മറന്നു വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ കാർഡ് നമുക്ക് എടുത്തിട്ട് വരാം. വരും ബേബി ലോലിപോപ്പ് കഴിച്ച് നടക്കുന്നത് രാവിലെ തന്നെ. എല്ലാവരും റെഡി ആയിക്കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ കാർഡൊക്കെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഈ ബേബിക്ക് ഇവിടെ ഓടിക്കളിക്കുന്നു. ബേബി ഇത് ഒരു സെയിം ഡ്രസ്സാണോ? ഓ, ബേബി സെയിം ഡ്രസ് ആവും. കാണിച്ചില്ല, സെയിം ഡ്രസ്. ആനി പാപ്പയുടെ ബാഗിൽ എന്താ സെർച്ച് ചെയ്യുന്നത്? ബാക്കിയുള്ള ഒരു ചായ കുടിക്കുകയാണ്, കണ്ടില്ലേ? പിന്നെ സാധനത്തിൽ ചായ കുടിച്ചിട്ട് ഇറങ്ങാം. അവിടെ ചായ കുടിക്കണം. ബാക്കിയുള്ള ഒരു വേഗം പോയാൽ ചായ കുടിക്കാം. അപ്പതേ നമ്മൾ കണക്ക് കുട്ടാറത്തിലേക്ക് വാപ്പതേ ഇവിടെ നടക്കണേ. വിവിധ ഇവിടെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഇതിൽ നടക്കണം. ഈ ഭാഗത്ത് ഭയങ്കര ചെറിയൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് ഫ്രണ്ടിൽ എന്താന്നറിയില്ല, ബ്ലാക്ക് കൊട്ടാരം ഇവിടെ. ഇത് മേലെ ഇനിയും കയറി നോക്കാം. ഇത് അവിടെ കൊട്ടാരം ഇതിൽ കാണുന്നുണ്ടോന്നറിയൂല. കാണുന്നല്ലേ? ഇനിയും സ്റ്റെപ്സ് ഉണ്ട്. അത് ആ ഭാഗത്ത് ഇതില് ഇവിടുത്തെ കൊട്ടാരം അവിടെ പേടിപ്പിച്ചാലോ? തറത്തിന്റെ അവിടെ തറ വാപ്പും വാ. അപ്പൊ ചിലവർ നമ്മളുടെ ഇതാണ് കൊട്ടാരം. ഇത് ഞങ്ങൾ എന്ത് അവരില്ലേ? അവരില്ലാണോ? അവരൊരു ക്ലാസ് എടുക്കുക. അത് ചാനലിലേതോ പ്രൊബേഷൻ ആക്ടിനെ കുറിച്ച്, പ്രൊബേഷൻ പീരീഡിനെ കുറിച്ച്. ഒന്നും മനസ്സിലാവുന്നില്ല. അതിന്റെ സംഭവം അവർക്ക് ചോദിച്ചത്. അവര് ഹിന്ദി വാല മാലൂം, ഹിന്ദി മാലൂം. സ്പാനിഷാ? സ്പാനിഷ്. അപ്പൊ വാപ്പ അവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പുള്ളിയില്. ബേബി എന്തോ കളിക്കാൻ വേണ്ടി പോകുന്നു. ഇവിടെ രണ്ട് സൈഡിൽ വെച്ച്. അപ്പൊ ആ സൈഡിൽ നീ നിൽക്കും. വന്നിട്ട് ബേബി എന്താ പരിപാടിയില്ല, കാര്യമായിട്ട് അവിടെ ഇരുത്തിരിക്കുകയാണ്. അതിനെ ഒരെണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട്. അവളെ എന്നിട്ട് അവിടെ നിന്നു. എന്നിട്ട് എന്താ ചെയ്യാൻ പോണെന്ന് നോക്കട്ടെ. കാര്യമായിട്ട് എന്തോ ആഘോഷത്തിലാണ് ആള്. ഓ, ആനയുടെ പാൻറ്റിൽ നോക്കിയേ. പോവില്ല, അത് പോവില്ല. അത് മണ്ണിൽ ഈ പുല്ലിലൂടെ കിടന്നുകൊണ്ട് വന്നതാ. വേണ്ട വേണ്ട വേണ്ട.
ഡാൻസ് കളി ഹിറ ബേബിയുടെ ഡാൻസ് കളിയാണ്. ഡാൻസ് കളിയൊക്കെ കഴിഞ്ഞു ബേബിയുടെ. രസുമ പപ്പടെ അവിടെ ഇരിക്കാന് നമ്മളുടെ രസുമ കാണാൻ ഒരു മരത്തിൻ്റെ ബാക്കിൽ വന്ന് ക്യാമറയിൽ വീഡിയോ എടുക്കും. രസുമ ഒരു രസുമല് കുട്ടീനെ കൂടാണ്. പപ്പ ഒരു മൊബൈൽ നോക്കണേ, രസുമാരെ ചിരിക്കണേ. നമ്മളെ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, പക്ഷേ തോന്നുന്നത് കണ്ടിട്ടുണ്ടെന്നാ. അവരൊക്കെ ഫുൾ ഫോട്ടോ സെക്ഷനില്ല. പിന്നെ ഇവിടെ ഞങ്ങൾ ഈ ഭാഗം ഇട്ടിട്ടുള്ളൂ. ഈ പുല്ലുകളില്ലേ, അതിങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങളെ കാലുകളൊക്കെ ഉണ്ടല്ലോ രസുമാക്ക പട്ടിയെ പോലെ സംഭവിക്കും. നോക്കി രസുമാരുടെ കാലിൽ ഡ്രസ്സും പോലെ ഫുള്ള് കുട്ടി. അവരൊക്കെ അവിടെ ഓടിക്കളിക്കാൻ ഹാനിയുടെ ഡ്രസ്സുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വാപ്പനും സിനിയുടെ ഫോട്ടോ എടുത്തു. മരം നോക്കിയ അടുത്ത് സ്റ്റെമ്മർ നോക്കിയ ജൂഹിദ കുട്ടി ജൂഹിദ കുട്ടി. അയ്യോ ഹാരിയുടെ ഒരു മണ്ണുകൊണ്ട് കളിക്കുന്നു. ഷിമി മാമിയുടെ ആക്ട് ചെയ്യാൻ സംസാരിക്കുന്ന വീഡിയോക്ക് വേണ്ടി ചുഞ്ചുടെ അവിടെ നോക്കി തന്നെ ചിരിക്കാൻ പോണ്. ഹിതരെ അവിടെ കളിക്കണ്. ഹാരിയുടെ ആ ടോയ്സൊക്കെ എടുത്ത് അവിടെ വെച്ചു. ഹാനിയുടെ അവിടെ കുടുങ്ങിനൊക്കെ വിടണ്. സാൻ്റെ അവിടെ ക്ഷീണിച്ച് അവിടെ നിൽക്കണ്. ചിമ്പ് ഇവിടെ ഇങ്ങനെ നിൽക്കണ്. പപ്പ രസും അവിടെ ഇരിക്കണ്. ക്യാമറ പിടിക്കണ്. ഇപ്പൊ അങ്ങനെ ഇവിടെ ഇങ്ങനെ പോകുന്നത്. ഹീറോ ഇവിടെ കളിക്കുന്നു. സാനിന്റെ പറയുന്ന വീഡിയോ എടുക്കുന്നില്ലാണ്. സാനിക്ക് അറിയില്ല സാനിക്ക് ക്യാമറ പറ്റിയൊന്നും അറിയില്ല. ഈ പുള്ളിയിൽ പോയപ്പോ പേടിയ അതെന്താ ഇങ്ങനെ പോവും. അതേ രസം ഇപ്പോഴും പറിക്കാൻ കിട്ടിയില്ല. പപ്പ എന്താ പറയണ്ടത്? എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നീ വളരെയധികം ശ്രദ്ധിക്കുക. നിന്നെ ഒരു സ്ഥലത്തിന്റെ പറ്റി പറയണ്ടേ ഉദ്ദേശിച്ചത്. എന്ത് കഷ്ടാണ് ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതൊരു രാജകൊട്ടാരായിരുന്നു. പന്തളം ക്ഷേത്രത്തിനോട് അനുബന്ധിച്ചുള്ള രാജകൊട്ടാരാണ് ഇത്. അവിടെ വല്ല അവിടെ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ തുറന്നു കൊടുക്കുള്ളൂ. അപ്പൊ ബാക്കി ഇവിടെ എല്ലാം നടന്ന് കാണാം. ഇതാണെനിക്ക് ക്യാമറയെ പറ്റി ഒന്നും അറിയില്ല ഗൈസ്. ഇതുണ്ടല്ലോ ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് കട്ടാക്കി. കാരണം താനിപ്പോ വീഡിയോ പോകുന്നില്ലാന്ന് ചാക്കതാനം തെളിക്കുന്നതിനു. അവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഹാനിയുടെ അവിടെ ഇരുന്നൊക്കെ പറിക്കുന്നു. വീണ്ടും ഇങ്ങനെ സെയിം തന്നെ നടക്കാന് വളരെ കളിയാക്കണ്. അതൊക്കെ ഫുള്ളുണ്ടല്ലോ വീഡിയോ എടുക്കുന്നുണ്ടായില്ല. പപ്പ സംസാരിച്ചിട്ടൊക്കെ പട്ടിച്ചതായിരുന്നു. നമുക്ക് കാറും ബസ്സുകളൊക്കെ പോകുന്നത്. ഇതിൻ്റെ അങ്ങോട്ടേക്ക് കുറച്ച് പോയാലാണ് ഞങ്ങൾ തന്നെ ഹോട്ടലിലെത്താ. നമുക്കിങ്ങനെ പോയിട്ടുണ്ടല്ലോ. ഹാനിനോട് ചോദിക്കാറുണ്ടെങ്കിൽ ഹാനി എന്താ ചെയ്യണേ? ഹാനിക്ക് കുറെ നേരം മാറ്റി നോക്കണം. അത് ഹാനിക്ക് മാറ്റുന്നില്ല. ചാലയിലൊന്നുമില്ല.
അങ്ങനെ കൊട്ടാരത്തിലെ കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഇവിടെ പാർക്കിൽ മാത്രം ഒന്ന് ഇറങ്ങി. എന്നിട്ട് ബേബി ഇതേ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോള്ള പരിപാടിയിലാണ് ഉണ്ടല്ലേ. സംഭവം അത് മെയിൻ്റനൻസ് വർക്ക് എന്തൊക്കെയോ നടക്കുകയാണ് ഉണ്ടല്ലേ അവിടെ. അത് കാരണം ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാനും പറ്റില്ല. അതുകൂടെ അത് എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും കയറാൻ പറ്റില്ല. അത് തുറക്കേയില്ല. നമുക്ക് ഈ പാർക്കിലൊക്കെ ഒന്ന് ഇറങ്ങാനേ പറ്റും. എല്ലാരും കേറിയാ സാധനം കാണേണ്ടില്ലേ? പത്മനാഭസ്വാമി ക്ഷേത്രം. അതാണ് നമ്മൾ ഇറങ്ങി ക്ഷേത്രം കാണാന്ന് കരുതി. ഇതില്ലേ ഇത് കാണാം. ഇല്ല അടാ ഇതാ കാണാം. കണ്ടില്ലേ എന്ത് അടിപൊളിയാ കാണാനില്ലേ. ഒരു തമിഴ് ആർക്കിടെക്ചർ സ്ട്രക്ചറിൻ്റെ സംഭവം പോലില്ലേ. ഒരു തമിഴ് ചോയുണ്ട് ഇതിൻ്റെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറ്റ്സ് ഗുഡ്. അങ്ങനെ ആയി. ആ എല്ലാവരും ഇതേ വരുന്നു. ഇതാണ് കുളം. കുളിക്കാൻ പറ്റില്ല. എന്താ ഒരു ബ്ലോഗർ ചെയ്യുന്ന ഇത് കണ്ട, ചെരുപ്പൊക്കെ ഇടുന്ന സ്റ്റാൻഡിലൂടെ കൈയൊക്കെ ഇട്ടിട്ട് എന്താ കാണിക്കുന്നുണ്ട്. എന്തോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മളിനിപ്പോൾ തിരിച്ച് പോവാണ്. ഇവിടെ സൈഡിലായിട്ട് ഒരുപാട് കച്ചവടക്കാരുണ്ട്. അലപ്പുള്ളാണ്. അതെ, നല്ല വെയിലാണ് കാരണം ഭയങ്കര ചൂട്. ആ എല്ലാവരും അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഫുള്ള് ക്ഷീണം. ബബിൾസ് ഇടൂ. ബബിൾസ് വരുന്നില്ല. തീർന്നു ബബിൾസ് തീർന്നു. അത് കാരണം വരാത്തത്. തീർന്നു, അതിലിനി ഇല്ല അല്ലേ. ചാലു എന്താ ചെയ്യണേ? എമർജൻസി കോള് പോകുന്നുണ്ട് മൊബൈലിൽ. ഇല്ല ഇനി വരുമോ? നോക്കട്ടെ. നമ്മൾ എയർപോർട്ടിൻ്റെ ഇതിലാണ് പോകണ്ടില്ല. എയർപോർട്ട് അതേ കാണുന്നു. നിങ്ങൾ എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല. അതെ, നമ്മൾ വന്നത് ഈ എയർപോർട്ടല്ല. നമ്മൾ പ്രാവശ്യം പോയി ഹാനി ഈ എയർപോർട്ടിൽ കൂടെ. അന്ന് ഹാനി വളരെ ചെറുതായിരുന്നു. അന്ന് ഹാനി ബേബി ആയിരുന്നു. ബേബി ഇവിടെ ഞാൻ കാണുന്നില്ല. ലെഫ്റ്റ് സൈഡിലോ? ലുലു ഹൈപ്പർ മാർക്കറ്റാ. ആ നല്ല വലുതാണല്ലേ. നല്ല വലുതന്നത്. നല്ല സൗകര്യം ഉണ്ട്. ബാക്കിലേക്കും നല്ല സൗകര്യമൊക്കെ ഉണ്ട്. ലുലു കഴിഞ്ഞു. നമ്മൾ ലോങ് യാത്രയായിരുന്നു. ഞാൻ കുറച്ച് നേരം മയങ്ങുകയും ചെയ്തു. കുറച്ച് നേരം ഒന്ന് മയങ്ങി. അതിന് ഞാൻ ഫുഡ് അടിക്കാൻ വേണ്ടി കയറിയതാ. അറബിക് ഫുഡ് ഉണ്ട്. എല്ലാ ടൈപ്പ് ഫുഡുകളും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ബാക്കി യാത്ര. അവിടെ ഷവർമ്മ ഒക്കെ ഉണ്ട് കേട്ടോ.
ഷവർമ എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടുന്ന് ഇനി ഫുഡ് അടിച്ചതിൻ്റെ ശേഷം യാത്ര ചെയ്യാം. എന്താണ് കാല് സ്ട്രെച്ച് ചെയ്യണോ? അതെ ടയർഡായി? ഇനിയുണ്ട് ഒരുപാട് യാത്ര ചെയ്യാൻ. അതെ അത് ചൈനീസ് ചാലു ടയർഡായി? എല്ലാവരും കയറി അല്ലാതെ പൊറോട്ട ചപ്പാത്തി അരിപ്പത്തിരി ഉറട്ടി ബിരിയാണി ഉണ്ടോ? ബിരിയാണി അപ്പോൾ ഓർഡർ ചെയ്ത ഫുഡ് വരട്ടെ. ഭയങ്കര വെയിലാവാറ്. നമ്മളെ ഫുഡടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അവരിനി ഇറങ്ങി വരണം. അവിടെ നിന്ന് അവരിറങ്ങി വന്നു കഴിഞ്ഞാൽ ഇനി ബാക്കി വണ്ടി കയറാൻ യാത്ര. അതാണ് അടുത്ത പരിപാടി. കുറച്ച് പേരുണ്ടില്ലേ റെസ്റ്റ് എടുക്കുന്നു. നല്ല അടിപൊളി ഹോട്ടലായിരുന്നു, നല്ല ഭക്ഷണം. എല്ലാവരും ഫുഡടി കഴിഞ്ഞതിൻ്റെ ശേഷം ഇതേ ഇറങ്ങി പുറത്തിറങ്ങിയിട്ടില്ലേ. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ നമുക്ക് വണ്ടിയിൽ കയറാം. നമ്മൾ വണ്ടി കിടക്കുന്നു. വണ്ടിയിൽ കയറാൻ യാത്ര തുടങ്ങാം. കൊല്ലം ഹാർബറാണ് കാണുന്നത്. കണ്ടില്ലേ, ഒരുപാട് ബോട്ടുകൾ വരുന്നുണ്ട്.